നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രം എന്ന് ലോക ജനതയ്ക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞു ഇന്ത്യ. പക്ഷേ ഇപ്പോഴും നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ്. ഇനിയും ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായേക്കാം എന്ന ഇൻ്റലിജൻസ് വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ആ ഘട്ടത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ നീക്കം നടത്തുകയാണ് രാജ്യം. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പാക് പ്രകോപനത്തെ എങ്ങനെ നേരിടണം എന്ന് പൊതുവേദി വിലയിരുത്തുന്നു. ജനങ്ങൾ ഈ സർക്കാരിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു? ഉന്നതതല യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ പുരോഗമിക്കുന്നു. നാളെ മറ്റൊരു സുപ്രധാന യോഗം കൂടി നടക്കും. അങ്ങനെ വളരെ തന്ത്രപരമായി രാജ്യം ഈ ഘട്ടത്തിൽ പെരുമാറുമ്പോൾ എന്തായിരിക്കാം പെഹൽഗാമിൻ്റെ അടുത്ത സാഹചര്യം എന്നുകൂടി പൊതുവേദി ചർച്ച ചെയ്യുക. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ആലത്തൂരിൽ നിന്ന് ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരു ഉന്നതതല യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്നു. പ്രധാനപ്പെട്ട സൈനിക മേധാവികളൊക്കെ അതിൽ പങ്കെടുക്കുന്നു. ആസാം റൈഫിൾസ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വവും ഉണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ DG ഉണ്ട്. കുറെ കൂടി സംയമനത്തോടെ ഇന്ത്യ പെരുമാറുന്നു എന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ പൂർണ്ണമായൊരു സമാധാനത്തിലേക്ക് എത്ര നാൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും? Manu? Good evening. Good evening. Manu came with energy replenished. Energy replenished. You came. I see. Okay. ഞാൻ കാര്യം പറയാം. അപ്പോ മറ്റേ ഇന്ത്യ നല്ല മുന്നെടുപ്പ് എന്തായാലും സംഭവിച്ചു. കാരണം രണ്ടുപേര് നുഴഞ്ഞു കയറിയത് അവിടുത്തെ വേലി മുറിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അത് ഇപ്പോഴാണ് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പൊ ഇവിടുത്തെ ഈ ഇന്റലിജൻസ് ബ്യൂറോ എന്ത് പരാജയമാണ്. ഇത്രയധികം സേനകളുണ്ട് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന, അവരൊക്കെ അവിടെ പോയി. അപ്പൊ ഇത് എന്തൊരു കഷ്ടമാണ്. ഇവരെ വിശ്വസിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ അവിടുത്തെ പാവം ജനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഒറ്റപ്പെട്ട ചില ഈ തീവ്രവാദികൾക്കുള്ള സഹായം കൊടുക്കുന്ന ഒരു സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. ഇപ്പൊ അതില്ലാണ്ടായി. ഇപ്പൊ അവർക്ക് അനുഭവം വന്നു. പക്ഷെ അവിടെ നമ്മൾ ഈ ശശി തരൂർ പറഞ്ഞ ഒരു കാര്യം അവിടെ സുപ്രധാനമാണ് കേട്ടോ. കാരണം നമുക്ക് 1000 ഇതുപോലുള്ള പദ്ധതികൾ നമുക്ക് നേരത്തെ കൂട്ടി കണ്ട് അത് ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കാം. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ സുരക്ഷാ സേനകളുടെ ശ്രദ്ധ ആകർഷിക്കാതെ അവർക്ക് നുഴഞ്ഞു കയറാൻ കഴിഞ്ഞിരിക്കാം. കാരണം 1000-ലധികം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു അതിർത്തി പ്രദേശം വെസ്റ്റേൺ ഇന്ത്യയിലുണ്ട്. അതിൽ ഒരു വലിയ പ്രദേശം LOC ആണ്. 800-ലധികം കിലോമീറ്ററുകൾ ദൈർഘ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവിടെ പെട്രോളിംഗ് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തവണ അതിലൊരു ഇത് സാധ്യമാണ്. നമുക്ക് അങ്ങനെ ഒരു സുരക്ഷാ സംവിധാനമോ ഇൻ്റലിജൻസ് സംവിധാനമോ 100% ആണ് എന്ന് പറയാനും കഴിയില്ല. ഏതായാലും ഇനി എന്ത് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പൊ ഈ 110 kV പോയി തൊട്ടിട്ട് ഷോക്ക് അടിച്ച് മരിച്ചതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സംവിധാനം അതുപോലെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ വെച്ചാൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വേണമെന്നുള്ളത് ഇപ്പൊ നമ്മുടെ പൊതുവേദിയിൽ ഇപ്പോ മനു ഇല്ലാത്ത സമയത്തൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ ഞാൻ അതിനോട് യോജിപ്പ് ഇല്ല ഒരു ആസ് എ സീനിയർ സിറ്റിസൺ. കാരണം രണ്ട് ഭാഗത്തും ഡാമേജ് ഉണ്ടാവും. ഉറപ്പാണ്. നമ്മുടെ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അതൊക്കെ എത്രയോ കാലങ്ങളിൽ പിന്നിലേക്ക് അടിക്കേണ്ടി വരും. അപ്പോ എന്തായാലും അത് പാകിസ്ഥാനെ ഒതുക്കിയില്ലെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു ത്രെട്ടനിങ് ആയിട്ട് നിലകൊള്ളും. അപ്പൊ അത് എന്തായാലും അത് ചെയ്യാതിരിക്കില്ല. കാരണം ഇപ്പോഴെങ്കിലും വളർന്നുണ്ട്. അത് നന്നായി. എന്തായാലും പൊതുവേദിക്ക് അഭിനന്ദനങ്ങൾ. ഈ വിഷയം ഇപ്പൊ 2-3 തവണയായിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നന്നായി. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. സൂപ്പി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. സൂപ്പി, ഇപ്പോൾ വലിയ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു. സ്വാഭാവികമായും അത് ഏതു തരത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു ശ്രീ സൂപ്പി. രാജ്യത്തിന്റെ ഈ ഒരു പ്രശ്നത്തിൽ വലിയ തോതിൽ സങ്കടവും ഒപ്പം ആശങ്കയും ഒക്കെ ഉണ്ട്.
നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഇത്രയും ദിവസമായിട്ടും ഒരു ആറ് സംഘത്തിൽ പിടിക്കാൻ കഴിയാത്ത ഈ നമ്മളെ സുരക്ഷാ എന്ന് പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ എന്താ ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത്. കാരണം അവരൊക്കെ ഒരുപാട് ശമ്പളങ്ങളും ഒരുപാട് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സൈന്യം നമ്മൾ ഇവരെ പിടിക്കാൻ കഴിയാത്തതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാ അത്? ഹലോ. അത് സ്വാഭാവികമായും ഈ ആക്രമണം നടന്നു. അതിൽ അവർക്ക് അവിടെ അതിന് ഒളിത്താവളങ്ങൾ ഒരുക്കാനൊക്കെ ഉള്ള പദ്ധതികൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത് അധികകാലം നീളില്ല എന്ന് ഉറച്ച് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനിൻ്റെ മണ്ണിൽ പോയി അവിടെയുള്ള ആളുകൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ കഴിയുന്നൊരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അവരെ അങ്ങനെ വെറുതെ വിട്ടുവെക്കില്ല എന്ന ഉറച്ച പ്രതീക്ഷയുമാണ് എനിക്കുള്ളത്. ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് എത്രയും പിടിക്കണം, അല്ലാണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഇതിന് കോട്ടം തട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അത് ഒരു വലിയ ചോദ്യമാണ് സൂപ്പിയും ഉയർത്തുന്നത്. അതിലധികം വൈകാതെ തന്നെ ഉത്തരം കിട്ടും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കിപ്പം ചേരുന്നത് ശിവദാസൻ. ശ്രീ ശിവദാസൻ, എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? എന്താണ് ശ്രീ ശിവദാസന്റെ ഒരു വിലയിരുത്തൽ? ഞാൻ കുറച്ചു ദിവസം അവധി എടുത്തു കേട്ടോ. ഓക്കെ സാറേ, ഞാൻ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്ത്യൻ മണ്ണായ പാകിസ്ഥാൻ ഭീകരന്മാർ ഒളിഞ്ഞിരിക്കുകയാണ്. അവിടെ 50 വീടുണ്ടെങ്കിൽ 25 വീടും പാകിസ്ഥാൻ ഭീകരന്മാർക്ക് താവളം ഒരുക്കുന്ന വീടുകളാണ്. അവിടെ നമ്മൾ പാവപ്പെട്ട 28 പേരെ കൊന്നൊടുക്കിയിട്ട് ആ 3 പേരെ പിടിക്കാൻ പറ്റാത്ത കാര്യം ഇന്ത്യ മിലിറ്ററിക്ക് കഴിയാത്തതുകൊണ്ടല്ല. കാരണം അവർക്ക് ജീവൻ നോക്കണം, അവര് മറ്റുള്ള പാവപ്പെട്ട ആൾക്കാരെ നോക്കണം, അത് കഴിഞ്ഞ് ജീവനോടെ പിടിക്കാൻ നോക്കണം, പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ കിട്ടിയ കാലം മുതലേ ഉള്ള പ്രശ്നമാണ്. അന്ന് മുതൽ ഇന്നുള്ള എല്ലാ ഗവൺമെന്റുകളും ശക്തമായി എതിർക്കുന്നുണ്ട്, അതിന്റെ മറുപടി കൊടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ആയിരിക്കും. പക്ഷെ എടുത്തടിച്ചുകൊണ്ട് ഒരു മറ്റുള്ള പ്രത്യേകിച്ച് ചാടേണ്ട ഒരു സ്ഥിതിയാണ് ഇവരെ കൊണ്ട് വെച്ച് വർഗീയത ഇളക്കി വിടാനും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വർഗീയത ഇളക്കി വിട്ട് ഇവിടെ ഒരു ഭയങ്കരമായ ഒരു സൃഷ്ടിക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ അതിന് നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് എല്ലാവരും കൂടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടി തന്ത്രപരമായിട്ട് ആലോചിച്ചു അതിന് ആ രീതിയിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് പ്രയാസമുണ്ട്, ദുഃഖമുണ്ട് മനസ്സാർ. കാരണം ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന പാവങ്ങളുണ്ട്. പാകിസ്ഥാനിൽ തന്നെ എത്ര പാവങ്ങളുണ്ട്, ഹിന്ദുക്കളായ പാവങ്ങൾ, എത്രയും മുസ്ലിങ്ങളെ പാവങ്ങളുണ്ട്. ഒരേ ആഘാത നിവൃത്തിയില്ലാതെ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ കുറെ ആളുകൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. നമുക്ക് യൂട്യൂബിലും നിരവധി കമന്റുകൾ വരുന്നു. ഷിജു മേലെടുത്ത് നമുക്കൊപ്പം ചേർന്നു. നമസ്കാരം മനു എന്നൊക്കെ പറയുന്നത് കണ്ടിട്ട് കുറെ നാളായി എന്ന് പറയുന്നു. ഞാൻ ചെറിയൊരു അവധിയിലായിരുന്നു, അതുകൊണ്ടാണ് ഷിജു. ഏതായാലും ഇപ്പം എനിക്ക് അവധി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ആളുകൾ ഇങ്ങനെ ചോദിക്കും, ഞാൻ വളരെ രഹസ്യമായാണ് അവധി എടുത്തു പോകുന്നത്. അപ്പോൾ അതിങ്ങനെ ആളുകൾ യൂട്യൂബിലിടുമ്പോൾ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഏതായാലും കൊള്ളാം. വീട്ടുകാർക്ക് സുഖമാണോ എന്ന് എന്നോട് ചോദിക്കുന്നു. യെസ്, വീട്ടുകാരൊക്കെ സന്തോഷമായിരിക്കുന്നു. ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഡിപ്ലോമാറ്റ് രീതിയിൽ നേരിടേണ്ടതാണ് ഉചിതം എന്നും കൂടി ഷിജു എന്നോട് പറയുന്നു. സുനിൽകുമാർ എനിക്ക് നമസ്കാരം പറയുന്നു. കണ്ടിട്ട് കുറേ നാളായല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞല്ലോ. ഏതായാലും നിങ്ങളൊക്കെ എന്നെ അന്വേഷിക്കുകയും ഞാനില്ലാത്തപ്പോൾ അത് ചോദിക്കുകയും ചെയ്തു എന്നത് വളരെയധികം സന്തോഷം. ഓക്കെ, നിയാസ് പറയുന്നു ഏതായാലും തിരിച്ചടിക്കണം എന്നാണ് നിയാസിൻ്റെ ഒരു അഭിപ്രായം. മൈ തോട്ട്സ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽകുമാർ പറയുന്നത് ഓടിപ്പോയി പ്രതികളെ അങ്ങനെ പിടിക്കാൻ കഴിയില്ല, അവർ ഏതായാലും നമുക്ക് നമ്മുടെ സംവിധാനങ്ങളെ വിശ്വസിക്കാം എന്ന് പറയുന്നു. നിസ വാർ ഉണ്ടാകുമോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഒരു യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഏറ്റവും അവസാനത്തെ നമ്മുടെ ഒരു ഓപ്ഷനായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആത്മാഭിമാനത്തിന് മുന്നിൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലുള്ള ചില അനിവാര്യമായ സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നേക്കാം. ഏതായാലും യുദ്ധമുണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാനും പ്രത്യാശിക്കുന്നത്. മാൾട്ട ഡയറി സാർ സുഖമായിരിക്കുന്നു എന്ന് എന്നോട് ചോദിക്കുന്നു. യെസ്, മാൾട്ട സുഖമായിരിക്കുന്നു, കണ്ടിട്ട് കുറേ നാളായി എന്ന് ഗൂഗിൾ യൂസർ എന്നോട് പറയുകയും ചെയ്യുന്നു. യെസ്, ഞാൻ നമ്മുടെ ദിവാകരൻ എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സാറേ. ശ്രീ ദിവാകരന് എന്ത് തോന്നുന്നു? ശ്രീ ദിവാകരന് എന്ത് തോന്നുന്നു? തുടർച്ചയായ ഈ നിയന്ത്രണ രേഖയിൽ ഉണ്ടാകുന്ന പാക് പ്രകോപനത്തിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കണം?
അത് സാറേ അതായത് കോടാനുകൂടി ഉറുപ്പിക ആസ്തിയുള്ള ഒരു ഇന്ത്യ രാജ്യം പ്രൊട്ടക്ട് ചെയ്യേ ഈ കമ്പി വേലി കോമ്പൗണ്ട് ബോൾ കമ്പി വേലി എത്ര കോടി ചെലവിട്ടിട്ടും കമ്പി വേലി ഇട്ടിട്ട് നല്ല സുരക്ഷിതമായിട്ട് വെക്കണം. പിന്നെ അതുമല്ല ഇന്റലിജൻസ് വകുപ്പിന്റെയും തകരാറ് അവര് ശ്രദ്ധിക്കണം. വ്യോമസേന, കരസേന, നാവികസേന വന്ന് ചേർന്ന് വരുന്നതിന് മുമ്പിലുള്ള അത് ശ്രദ്ധിക്കുക. ഇപ്പം ഒരു യുദ്ധം വേണ്ട, സമാധാനം വേണ്ട. എത്ര കോടിക്കണക്കിന് ഉറുപ്പിക ചെലവുണ്ട് സമാധാനം ഉണ്ടല്ലേ നമ്മളെ രാജ്യക്കാർക്കും മറു രാജ്യത്തല്ല. ഇപ്പം 1945 സെക്കൻഡ് വേൾഡ് വാർ വന്നേരം ജാപ്പാനിൽ ഇപ്പോ അതിന്റെ ഇത് കലിയൊലി കാണുന്നില്ല. അപ്പൊ അമേരിക്കയിലും നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ട്രംപിന്റെ ആൾക്കാരെല്ലാം ഇതെല്ലാം ചെയ്തിന്. അയാൾ സ്റ്റെബേൺ ക്യാരക്ടറാ. അയാളിൽ നിന്ന് നമുക്ക് 2 ഭാഗവും ചായു. അയാളെ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. അതുകൊണ്ട് ലോകരാജ്യം സമാധാനമായിട്ട് സമാധാനിപ്പിച്ചിട്ട് ഒരു ശാന്തിയും സമാധാനം കംഫർട്ടബിൾ വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. വളരെ സന്തോഷം. ശ്രീ ദിവാകരനുമായി കുറേ നാൾക്ക് അപ്പുറം സംസാരിക്കാൻ കഴിഞ്ഞു. എന്നോട് ഐക്കൺ പാണ്ഡ ചോദിക്കുന്നത് റഷ്യൻ ഉറപ്പായും നമ്മുടെ കൂടെ നിൽക്കുമോ എന്നാണ്. ഞാനും അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് റഷ്യ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെ ഒരു വലിയ വിഭാഗം രാജ്യങ്ങൾ തീവ്രവാദത്തെ എതിർക്കുന്നതാണ്. തീവ്രവാദത്തിൻ്റെ ഇരകളായ മനുഷ്യർക്ക് സഹാനുഭൂതി നൽകുന്നതാണ് ലോകരാജ്യങ്ങളുടെ പൊതു നിലപാട്. പക്ഷേ പലപ്പോഴും ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യം ആസന്നമാകുമ്പോൾ പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നിഷ്പക്ഷമായ നിലപാട് എന്ന തരത്തിൽ പറഞ്ഞ് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു രീതി നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഏതായാലും ഇത്തവണ റഷ്യ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വന്നിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. നിസ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു മതേതര രാജ്യമായി എന്ന് പറയുന്നു ഷിജു. അതുകൊണ്ടാണ് നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മതരാഷ്ട്രമായി പാകിസ്ഥാൻ, അതുകൊണ്ട് അവർക്ക് നാശവും ഉണ്ടായി എന്ന് പറയുന്നു. അമേരിക്ക ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ നിസ എന്നോട് ചോദിക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ തൽക്കാലം ഞങ്ങളിതിൽ ഇടപെടാനില്ല എന്നൊരു തീരുമാനമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ തുടർ ദിനങ്ങളിൽ ആളുകൾക്ക് അങ്ങനെ മാറി നിൽക്കാൻ കഴിയാത്ത ഒരു ലോക സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇടയിലുണ്ടായിട്ടുള്ള ഒരു വലിയ സംഭവം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് അവിടുത്തെ താലിബാൻ ഭരണകൂടം പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വന്നപ്പോൾ ഈ ലോകത്ത് പൊതുവെ രാജ്യങ്ങൾ ഈ തീവ്രവാദത്തെ എതിർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ വടകര ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നെല്ലാവരും ഭയന്നിരുന്നു. നമുക്ക് അല്ലെങ്കിൽ ആശങ്കയുണ്ടായിരുന്നു. ചിലർ ഇതിന് കനത്ത മറുപടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നയതന്ത്രപരമായ ഒരു രീതി ഇന്ത്യ അവലംബിച്ചു. അത് കുറെ കൂടി ശക്തമായി എന്ന് കരുതാനാകുമോ? നമസ്കാരം. ശബ്ദത്തിന് ചെറിയ തെറ്റുണ്ട്, ക്ഷമിക്കണം. ശബ്ദത്തിന് എന്താ പറ്റിയത് ശ്രീ ബാലകൃഷ്ണൻ? ജലദോഷം. ജലദോഷം. അവിടെ മഴയൊക്കെ പെയ്തൊന്നുമില്ല ഇടയ്ക്ക്? അത്യാവശ്യം. അതുകൊണ്ടായിരിക്കും. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യം അത്ര പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് ഒരുങ്ങുക പോവില്ല. ഇല്ലില്ല. ഞാൻ സാറിനോട് എപ്പോഴും പറയുന്ന തലയിൽ ആള് ഉറപ്പുള്ള സർക്കാരാണ്. അത് മാത്രമല്ല ലോകരാജ്യത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പൊ അവരോടൊക്കെ സമാധാനം പറയേണ്ടി വരും. നമ്മളെ എതിർത്താൽ ഇന്ത്യ പണ്ടേ സംവിധാനത്തിന്റെ ആളാണല്ലോ. നമ്മളെല്ലാ ഐക്യജാലികളെ ശുദ്ധീകരിക്കുന്ന ഒരു കടലാണ്. ഇന്ത്യയിലെ എല്ലാവരെയും സ്വീകരിച്ചത് എല്ലാവരെയും ശുദ്ധീകരിച്ച് വൃത്തിയാക്കുന്ന രാജ്യമാണ്. വ്യക്തമാണ്. നമുക്കിന്ന് കുറെ പ്രേക്ഷകർ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും ശ്രീ ബാലകൃഷ്ണൻ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു മഴയും അതുപോലെ ചൂടും ഒക്കെ മാറി മാറി വരുന്ന സാഹചര്യത്തിൽ പല ആളുകൾക്കും പലതരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് അതിജീവിക്കാൻ ശ്രീ ബാലകൃഷ്ണൻ കഴിയും എന്നാണ് പറയുന്നത്. ഐക്കണിക് പാണ്ഡ പാക് പറയുന്ന പോലെ ചുമ്മാ ന്യൂക്ലിയർ വെപ്പണമൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് ഒക്കെ മറ്റ് രാജ്യങ്ങൾ എതിർക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ശരിയാണ്. പ്രത്യേകിച്ച് ഈ ആണവായുധം എന്ന് പറയുന്നത് അത് ഈ പാകിസ്ഥാനെ പോലെ വിവേകരഹിതമായ ഒരു രാജ്യത്തിൻ്റെ കയ്യിലിരിക്കുന്നതോറും അത് അപകടമാണ്. കാരണം അത് വളരെ ഗൗരവത്തോടു കൂടി ഒരു രാജ്യം നോക്കിക്കാണേണ്ടത്. അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളും വലുതാണ്. അത് എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കും എന്ന് പറയുമ്പോൾ അത് ഇങ്ങോട്ട് കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നും അവിടുത്തെ ജനതയ്ക്ക് എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതമായി വരും തലമുറയ്ക്ക് അനുഭവിക്കേണ്ടി വരിക എന്നതും ഒക്കെ കൂടി ആലോചിക്കാൻ ആ രാജ്യം, പാകിസ്ഥാൻ എന്ന രാജ്യം ബാധ്യസ്ഥരാണ് എന്നുകൂടി അവർ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും കണ്ണൻ എന്നോടൊപ്പം ഇരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ കണ്ണൻ. നമസ്തേ സാർ. നമസ്കാരം. ശ്രീ കണ്ണന് എന്ത് തോന്നുന്നു? ഈ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായി ഇങ്ങനെ വെടിവെപ്പ് നടക്കുകയാണ്.
എന്താണ് നമുക്കറിയാം സാറേ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം ലോക രാജ്യങ്ങളിൽ ഇപ്പം എല്ലായിടത്തും പല സ്ഥലങ്ങളിലും യുദ്ധം. ആ യുദ്ധം ഒരിക്കലും നമുക്ക് ഒരു രാജ്യങ്ങൾക്കും ഒരു നേട്ടവും ഉണ്ടാക്കി തരുന്നില്ല. അമേരിക്കയെ പോലുള്ള യുദ്ധകൊതിയന്മാരായ രാജ്യങ്ങൾക്ക് അത് ബിസിനസ്സുകാരായിട്ടുള്ള മറ്റ് ആയുധ ഇടപാടുകാർക്കും കൂടുതൽ നേട്ടം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ 63,000 കോടി രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ ഒരു ഇത് എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നും. അപ്പം അതുപോലെ ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ നമുക്ക് മറ്റു രാജ്യങ്ങളുടെ ഒന്നും സപ്പോർട്ടില്ലാതെ തന്നെ നമുക്ക് നമ്മളെ ദ്രോഹിക്കുന്നവരെ അവരെ തക്കതായ മറുപടി കൊടുത്ത് നമുക്ക്. എനിക്ക് വന്നിട്ട് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം. ശ്രീരാജനെ കണ്ടിട്ട് കുറെ ദിവസമായി. അതായത് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം ഞാൻ കുറെ ദിവസമായി കണ്ടിട്ട്. ഞാനിങ്ങനെ സന്തോഷ വാർത്ത പറയാനായിരുന്നു. നമ്മുടെ പൊതുവേദി കോപ്പി അടിച്ച മനോരമ ചാനൽ തുടങ്ങി നിങ്ങൾ പറയൂന്നും വേണ്ട. ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ മനു സാറിനോട്. നമ്മുടെ പ്രോഗ്രാം തന്നെ അവരും തുടങ്ങിയിട്ടുണ്ട്. നല്ലത് തന്നെ, ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ശ്രീരാജൻ കൊല്ലത്തെ പോലുള്ള ആളുകളെ ഒക്കെയാണല്ലോ നമ്മുടെ പൊതുവേദിയിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഇത് ഞങ്ങളെപ്പോഴും പറയാറുള്ളത്, ഈ പൊതുവേദി എന്നത് ഇത് ഒരു അവതാരകൻ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല, ഒരു ചാനൽ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ഇത് പ്രേക്ഷകരുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ അവരാണ് ഇതിലെ പ്രധാനമായ കാര്യങ്ങൾ പറയുകയും നിലപാടുകളൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാനും നിഷ്പക്ഷമായി ആളുകളെ സംസാരിക്കാൻ അനുവദിക്കാനും ഒക്കെ ചെയ്യുന്നത് ഒരു നല്ല സാഹചര്യമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ തുടങ്ങി 4 മുതൽ 4:30 വരെ. എന്നിട്ട് പോട്ടെ, ഞാൻ ഇതിനെ കുറിച്ച് പറയാം. ഏറ്റവും വലിയ യുദ്ധമാണ് സാറേ ആ വെള്ളം നിർത്തിയത്. കാരണം ഏതാണ്ട് 60 ലക്ഷം ആൾക്കാർക്ക് കുടിവെള്ളം നഷ്ടപ്പെടാൻ പോവുക. കാരണം അതാണ് ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് ഞാൻ അന്ന് ദുബായ് ഫെസ്റ്റിവലിൽ ചെന്നപ്പോ ഈ പാകിസ്ഥാൻ ആൾക്കാരുടെ ഇടയിലാണ് ഇരുന്നത്. ഇതുപോലെ നാറ്റം, ഈ ഇത്രയും വെള്ളം കൊടുത്തിട്ട് ഇവരെ നാറുക. അപ്പം വെള്ളം കൂടി ഇല്ലാത്ത അവസ്ഥയിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പം ഏറ്റവും വലിയൊരു അടിയാണ് അത് കൊടുത്തേക്കുന്നത്. ഈ യുദ്ധത്തിനെക്കാട്ടിൽ വലിയൊരു അടിയാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മരുന്ന് നമ്മുടെ നാട്ടിൽ നിന്നാ പോകുന്നത്. അവിടെ കുറെ മസ്ജിദുകൾ ഉണ്ടെന്നേ ഉള്ളൂ. മരുന്നുകൾ ഇവിടുന്നാ പോകുന്നത്, ഇന്ത്യയിൽ നിന്ന്. മരുന്ന് നമ്മുടെ ഇന്ത്യ ഈ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉൽപാദന രംഗത്ത് വളരെ മുന്നിലാണ്. വളരെയധികം മുന്നിലാണ്. അതിന്റെ പ്രധാന റോ മെറ്റീരിയലുകൾ പാകിസ്ഥാനിലേക്ക് പോകുന്ന ഇന്ത്യയിൽ നിന്നാണ്. അതെ അതെ, മരുന്നിന് വലിയ വില കൂടും പാകിസ്ഥാനിൽ, സ്വാഭാവികമാണ്. കൊടുക്കേണ്ടി വരും. നവാസ് ഷെരീഫ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സമാധാനം ചർച്ച ചെയ്യണം, ഇരുന്ന് ചർച്ച ചെയ്ത് സമാധാനത്തിൽ വരണമെന്ന്. കാരണം വെച്ചാൽ അവിടുത്തെ രോഗികളെല്ലാം മരുന്നില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഒരു 3 മാസത്തിനുള്ളിൽ ഭയങ്കര കരച്ചിലും പല്ലുകടി ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വെള്ളം നിർത്തിയാൽ ഞങ്ങൾ അണുബോംബ് വിടുമെന്ന് പറഞ്ഞത്. അതിഭയങ്കരമായ അടിയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ. അപ്പം വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ശ്രീരാജനുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്നാണ് ദാസൻ. ശ്രീദാസൻ എവിടെ പോയി? കുറേ ദിവസമായല്ലോ കണ്ടിട്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കുറച്ച് ദിവസം ഞാനും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. ശ്രീദാസനെ ഇങ്ങനെ ഈ അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നു, പരസ്പരം ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അല്ല, ഞാൻ യുദ്ധത്തിനെതിരാണ് മനു. ഇപ്പൊ അത് മാത്രം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാല് പാകിസ്ഥാൻ നമുക്ക് വിഷയമല്ല. 54 കൊല്ലം മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാകിസ്ഥാന് തലസ്ഥാനമായി ഇസ്ലാമാബാദ് ഇന്ത്യൻ പട്ടാളം കയറിയത്. ഇന്ത്യ ആണ് ആദ്യമായിട്ട് വെടിനിർത്തുന്നത്. ജയിച്ച രാജ്യം വെടിനിർത്തുന്നത് ചേർക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ലോകത്തിലെ ഓരോ രാജ്യക്കാരന്റെ കയ്യിലുള്ള ആയുധങ്ങൾ മൊത്തമായിട്ട് ഇങ്ങോട്ട് ഉപയോഗിച്ചാൽ അതിന് ആൾക്കാർ മരിക്കാതെ ജനങ്ങളുടെ ഭൂമിയിലില്ല. അതുകൊണ്ട് യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. യുദ്ധത്തിന് പരമാവധി ഇന്ത്യ പിന്മാറണം എന്നാണ് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം നമ്മുടെ രാജ്യത്തെ ഒരു 10 ആണ്ടുകൾ പുറകിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അതൊക്കെ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിന് അതൊക്കെ വിശകലനം ചെയ്യാനും എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പറയാനും ഒക്കെ കഴിവുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായും അതിൽ തീരുമാനമുണ്ടാകും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എടുത്തുചാടി ഒരു നീക്കമല്ല, വളരെ സാവധാനം ആലോചിച്ച് ഒരു മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത് എന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സതി ബാബുരാജ് എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ എവിടെയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ മിസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഹസ്ബൻഡ് എവിടെയുണ്ട് എന്ന് ചോദിച്ചു, ഞാൻ എവിടെയാണെന്ന് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം എന്നെ മിസ് ചെയ്തു എന്നും ശ്രീമതി സതി ബാബുരാജ് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീമതി സതി ബാബുരാജിനും അവരുടെ ഭർത്താവിനുമൊക്കെ പൊതുവേദിയുടെ ആശംസകൾ, ഒപ്പം എൻ്റെയും സ്നേഹ അഭിവാദ്യങ്ങൾ. പൊതുവേദിക്കൊപ്പം ചേർന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും സുനിൽ കുമാറും
ഞങ്ങളെ പുകഴ്ത്തി പൊതുവേദി പുകഴ്ത്തി ചില കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. ഏതായാലും സന്തോഷം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് സുബ്രഹ്മണ്യനാണ്. ശ്രീ സുബ്രഹ്മണ്യൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. എവിടുന്ന്? ഞാൻ എറണാകുളത്ത് കടവന്തറ. കടവന്തറ. കടവന്തറ എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന്റെ നഗരഭാഗം അല്ലേ? ശ്രീ സുബ്രഹ്മണ്യൻ, എന്ത് തോന്നുന്നു? ഒരു അതിർത്തിയിൽ ഇങ്ങനെ ഏറ്റുമുട്ടൽ തുടർച്ചയായി വെടിവെച്ചുകൾ കേൾക്കുന്നു. ഒരു യുദ്ധം ആസന്നമാകുമോ എന്ന സംശയം ആളുകളിൽ നിൽക്കുന്നു. എന്ത് തോന്നുന്നു? ഒരു യുദ്ധത്തിലേക്കാണോ സാഹചര്യങ്ങൾ നീങ്ങുന്നത്, അതോ സമാധാനം അതല്ലാതെ സാധ്യമാകുമോ? അല്ല, എന്ത് തന്നെയാലും ഭാരതം പല രീതിയിൽ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഡസ്ട്രിക്ക് അതിന്റെ അതുവഴി ഭയപ്പെടുത്തുന്ന ഒരു വഴിയാണ്. പിന്നെ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകൊണ്ട് നല്ലതാണ്. മൊസാദ് ഹമാസിന് ചെയ്യുന്നത് പോലെയും അമേരിക്ക ഒസാമ ബിൻ ലാദനെ പിടിച്ച് തീർത്തതുപോലെയൊക്കെ നമുക്കറിയാം. അതെല്ലാം നമുക്കൊരു വഴികാട്ടി തന്നെയാണ്. പിന്നെ ബംഗ്ലാദേശ് പിടിച്ച പോലെ UK പിടിക്കാനാകുമെന്നാണ് എന്റെ വിശ്വാസം. ഇങ്ങനെ പലതരത്തിലും പിന്നെ ഈ കയറ്റുമതി നിയന്ത്രണത്തിലൂടെ അവര് കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ യുദ്ധം ഫയറ്റേണ്ടി വരും. നേരിട്ടുള്ള യുദ്ധം ഒരിക്കലും സാധ്യമല്ല, അത് ഒഴിവാക്കുക തന്നെയാണ്. വ്യക്തമാണ്. ശ്രീ സുബ്രഹ്മണ്യൻ എറണാകുളം, അദ്ദേഹം കടവന്തറയിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സുനിൽകുമാർ എന്നെ ചങ്കാണ് കരളാണെന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നൽകുന്നു. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സുനിൽകുമാറും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ഹൃദയത്തിൽ വലിയ സ്ഥാനം അർഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കമൻറ്റുകൾക്ക് സന്തോഷം. രഘുനന്ദനൻ എന്നോട് പറയുന്നത്, പാകിസ്ഥാൻ ചെയ്ത പ്രവൃത്തിക്ക് സമാധാനം ഇന്ത്യയോട് പറഞ്ഞേ പറ്റൂ, അതിനുശേഷം യുദ്ധമല്ല സമാധാനമാണ് പുലരേണ്ടത് എന്നാണ്. അതും ശരിയാണ്. കാരണം ഒരു തീവ്രവാദികളെ അഴിച്ചുവിടുകയും ഒരു ജനതയ്ക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിട്ട് പിന്നീട് അങ്ങനെ അവർക്ക് വളരെ സുഗമമായി പോകാൻ കഴിയുമെന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം. അതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്. പക്ഷേ അത് എങ്ങനെ വേണം, ഏത് തരത്തിൽ വേണമെന്ന് രാജ്യം വളരെ സഗൗരവം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അവിടെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നു എന്ന വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഇൻ്റലിജൻസ് വിവരങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജമ്മു കശ്മീരിൽ സർക്കാർ ചില നിർണായക നടപടികൾ നടത്തുന്നു. അംഗീകൃത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പലതും താൽക്കാലികമായി അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ പ്രശസ്തമായ കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ വരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് രാജ്യം വളരെ ഗൗരവത്തോടു കൂടിയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ശ്രീ റഷീദ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. കുറേ കാലമായി ശ്രീ റഷീദുമായി സംസാരിച്ചിട്ട്. ശ്രീ റഷീദിന് എന്ത് തോന്നുന്നു? കൂടുതൽ ആക്രമണങ്ങൾക്ക് സാധ്യത എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. 50ഓളം അല്ലെങ്കിൽ 48 വളരെ പ്രധാനപ്പെട്ട ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിടുകയാണ് നമ്മൾ. കാരണം അത് സാധാരണക്കാർ വീണ്ടും ഇനി ഇരകളാകുമോ എന്ന ആശങ്ക നമുക്കുണ്ട്. തുടർന്ന് തീവ്രവാദികൾക്കായുള്ള സദ്ഗൗരവമായ തിരച്ചിൽ നടക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ അപകടകാരി എന്ന് മുദ്രകുത്താൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞോ? ശ്രീ റഷീദ്, നമുക്കറിയാലോ പാകിസ്ഥാന്റെ പഴയ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ തീവ്രവാദികൾ ചെയ്തു വെച്ച ഒരു ഭീകരത, അതായത് കാശ്മീരിനെ കാണാൻ പെഹൽഗാമിലെത്തിയ നമ്മുടെ വിനോദസഞ്ചാരികളെ നിഷ്കരണം വധിച്ച ഭീകരരുണ്ടല്ലോ, അവരെ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. ഈ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് പല പ്രകോപനങ്ങൾ ഉണ്ടാക്കി ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിൽ നമ്മൾ വഞ്ചിതരാവാതെ ഈ ചെയ്ത പ്രവൃത്തിയെ അതിഭീകരരായ ഇവരെ പിടിച്ച് എങ്ങനെയൊക്കെ പിടിച്ചു കെട്ടാൻ കഴിയും, പിടിച്ച് അവരെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പരിധിയിലാക്കി കൊണ്ടുവരാനും അവരോട് ഇതിന്റെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ ആദ്യമായി തരുന്നത്. ഇവരെ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മൾ 50 കിലോമീറ്റർ ചുറ്റളവിൽ പ്രകൃതിയായ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ കാരണം ഈ പാകിസ്ഥാന്റെ പ്രകോപനമാണ്, അവരെ കുതന്ത്രമാണ്. ആ കുതന്ത്രത്തിൽ നമ്മൾ വീണു പോകാതെ ഇവരെ നമ്മൾ ഏത് നിലയിലും ഇവരെ കണ്ടെത്തി സത്യം നമുക്ക് ലോകത്തോട് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം. തീർച്ചയായിട്ടും ഈ ഭീകരവാദികളെ ഒരു തരത്തിലും യാതൊരു കാരണവശാലും ഏത് ഭാഗത്തേക്കും രക്ഷപ്പെടാൻ അവരെ അനുവദിക്കരുത്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവരെ അതിൻ്റെതായ ശിക്ഷ അവർക്ക് കൊടുക്കാനുള്ള
സാഹചര്യം ഒരുക്കണം. അതിനുശേഷം മതി. ഇവരെ പ്രകോപനം തീർച്ചയായിട്ടും കുതന്ത്രമാണ്. രാജ്യത്തെ പ്രകോപിച്ചുകൊണ്ട് നമ്മുടെ സേനയുടെ എല്ലാ കോഴ്സും ആ രീതിയിലേക്ക് നീക്കാനുള്ള അവരുടെ ശ്രമമാണ്, ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. അതൊരിക്കലും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ വ്യക്തമാണ്. ശ്രീ റഷീദിൻ്റെത് ഒരു ദേശീയ ബോധമുള്ള ഇന്ത്യൻ പൗരന്റെ സ്വരമാണെന്നാണ് ഞാനും കണക്കാക്കുന്നത്. നമുക്ക് ഒരു കാരണവശാലും ഈ തീവ്രവാദികളെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. സൈനുദാസൻ എന്നോടൊപ്പം ചേരുന്നു. അദ്ദേഹം ഒരു പട്ടാളക്കാരനായി സേവനമനുഷ്ഠിച്ച ആളാണ്. ശ്രീ സൈനുദാസൻ ഒരു സൈനികനായി സേവനമനുഷ്ഠിച്ച ആളാണ്. അങ്ങനെ ഒരാൾ പൊതുവേദിയിലേക്ക് വിളിക്കുമ്പോൾ അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ സൈനുദാസന് എന്ത് തോന്നുന്നു? ഈ നിയന്ത്രണ രേഖയിൽ നടക്കുന്ന ഈ വെടിവെപ്പ് അത് എന്തിൻ്റെ സൂചനയാണ്? കൂടുതൽ തീവ്രവാദി ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ്? നമസ്കാരം സർ. നമസ്കാരം സർ, ഞാൻ അവിടെ ഒരു ഇൻഫൻട്രി സോൾജർ ആയിട്ടാണ് സർവീസ് ചെയ്തത്. എന്റെ സർവീസിൽ ഏകദേശം പാതി സമയവും ഈ ശ്രീനഗർ ഏരിയയിലാണ്, ശ്രീനഗർ മീൻസ് കാശ്മീർ ഏരിയയിലാണ് സർവീസ് ചെയ്തത്. അവിടുത്തെ ടെറൈൻ ഉണ്ടല്ലോ, നമ്മൾ ഈ TV കാണുമ്പോലെ അല്ല സാറേ. കാരണം അവിടെ കാലാവസ്ഥ മാറ്റമാണ്, അതേമാതിരി ചെങ്കുത്തായ മലകളാണ്, പിന്നെ അതേമാതിരി പിന്നെ മഞ്ഞുമലകളാണ്, അതുകൂടാതെ വലിയ കാടുകളാണ്. ഈ കാട്ടിന്റെ ഉള്ളില് ഈ ആളുകൾ പോയിട്ട് എന്താന്ന് പറയാം, ആടിനെ മേയ്ക്കാൻ എരുമകളൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഇവര് ഈ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ മലേന്റെ മുകളിലേക്ക് കയറും. അപ്പൊ ഇവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ വീടുകളുണ്ട്. വീടെന്താണെന്നറിയോ? ഈ കാട്ടിലെ മരങ്ങൾ കൊണ്ടുള്ള ബല്ലീസ് എന്ന് പറയും, മരങ്ങള് അതുകൊണ്ടുണ്ടാക്കിയ ഗുഹ മാതിരിയുള്ള വീടുകളാണ്. അപ്പൊ ഇതിലൊക്കെ ടെററിസ്റ്റിന് താമസിക്കാൻ നല്ല സൗകര്യമാണ്. പിന്നെ അവരുടെ വേഷം, അവർക്ക് ഏത് വേഷം ഇടാം സർ, പക്ഷെ പട്ടാളക്കാർക്ക് ഇടാൻ പറ്റുമോ? അപ്പൊ പിന്നെ ലോക്കൽ ആളുകളൊക്കെ അവർക്ക് സപ്പോർട്ടാ. കാരണം എന്താണെന്നറിയോ, പട്ടാളക്കാർ പക്ഷെ ആ സാഹചര്യം ഇപ്പൊ മാറിയെന്നാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. കാരണം കാശ്മീർ ജനത ഇപ്പോ കൂടുതലായും ഇന്ത്യൻ സൈനികരെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ വിഷയത്തിൽ അവർ എടുത്ത നിലപാട് കണ്ടില്ലേ? ഈ ആക്രമണത്തെ അവർ ശക്തമായി അപലപിക്കുന്നു. ഈ തീവ്രവാദികൾക്കെതിരെ പോരാടാൻ അവർ കൂടി രംഗത്ത് വരുന്നു. അങ്ങനെ വലിയ പിന്തുണ അവിടെ ഇപ്പൊ മാറിയില്ലേ? ഈ ഇപ്പൊ ചിത്രം കാണുമ്പോൾ അതല്ലേ തോന്നുന്നു? എന്നാലും അവരെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അറിയോ? കാരണം അവര് വരുന്ന സമയത്ത് ഈ ഭീകരവാദികളെ അവരെ മുന്നിലിട്ടിട്ടാണ് ഈ മക്കളെയൊക്കെ ഓരോന്ന് പീഡിപ്പിക്കുന്നത്. അപ്പൊ അവരെ അത്രയും പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് അവരിങ്ങനെ പേടിക്കുന്നത്. മറ്റേ അവര് സത്യം പറയൂല. കാരണം സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ പട്ടാൾക്കാർ എപ്പോഴും ഇവരെ കൂടെ നിർത്താൻ പറ്റുമോ? ലോക്കൽ ആൾക്കാരുടെ കൂടെ. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആണ്. കാരണം അവരെ വേഷം സാറ് നോക്കണം, ഈ പട്ടാൻ വേഷത്തിലാണ്. അവരുടെ ആ ഡ്രസ്സ് കണ്ടോ? അതിനുള്ളിൽ തോക്ക് വെച്ചാൽ ആർക്കും അറിയാൻ പറ്റുമോ? ഞാൻ എത്രയോ അനുഭവിച്ചാണ്. ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് അതാണ്. കാരണം ഇവരുണ്ടല്ലോ, നമ്മുടെ സൈന്യത്തിന്റെ എല്ലാ നീക്കങ്ങളും കൊടുക്കാൻ അവിടെ ആൾക്കാരുണ്ട്. ഇവര് ലോക്കല് അവര് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ മുന്നിൽ വെച്ചിട്ട് കഴുത്തറക്കുന്നത്. എത്ര എണ്ണത്തിന് ഈ പണ്ഡിറ്റുകളൊക്കെ അവിടുന്ന് മലയിറങ്ങാനുള്ള. ഞാൻ ശ്രീ സൈനുദാസൻ അവിടെ സൈന്യത്തിൽ ജോലി ചെയ്ത ഒരാളാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയാമായി. ഈ ആക്രമണം ഇങ്ങനെ തീവ്രവാദികൾ അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള ആളുകൾക്ക് നേരെ നടത്തുമ്പോൾ അവിടെ ഇപ്പം ജനവികാരം വളരെ ശക്തമായി അവർക്കെതിരെ വരുന്നു. അപ്പോൾ മുമ്പൊന്നും അത് അത്ര ശക്തമാകാതിരുന്നതിൻ്റെ കാരണം എന്താണ്? ഭയം കൊണ്ടാണോ? ഇല്ല സാർ, ഒരു കാലത്ത് ഇവർക്ക് തോക്ക് വരെ കൊടുത്തിരുന്നു അവിടുത്തെ സുരക്ഷാ നാട്ടില്. പക്ഷെ ആ തോക്ക് വരെ ഉപയോഗിക്കാൻ അവർ സമ്മതിക്കൂല. ആർക്കാണ് തോക്ക് കൊടുത്താൽ തോക്ക് കൊടുത്തവനെ അവർ കൊല്ലും. ശരി. അത് സാധാരണക്കാർക്ക് തോക്ക് കൊടുത്തിരുന്ന ഒരു സമയത്ത് പട്ടാളത്തോടെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീമതി ജയ എന്നൊരു പ്രേക്ഷക എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി ജയ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ശ്രീമതി ജയയായിട്ട് പക്ഷേ സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. ഈ യുദ്ധത്തിൻ്റെ വാർത്തകൾ ശ്രീമതി ജയ എങ്ങനെയാണ് നമ്മുടെ കേരളത്തെ ഒക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും അതുപോലെ തൊഴിൽ രംഗത്തൊക്കെയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ഈ ഇതിനെ നോക്കിക്കാണുന്നത്? നമസ്കാരം. വെൽക്കം ബാക്ക്. ശ്രീമതി ജയ പക്ഷെ എന്നെ അന്വേഷിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ ഇത്തവണ? എന്നെ കാണാഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരാൾ ചോദിച്ചു, അപ്പൊ കിരൺ പറഞ്ഞു ലീവാണെന്ന് 1 വീക്ക്. അത് ശരി. ഓക്കെ. ഏതായാലും സ്വാഗതത്തിന് നന്ദി. പാക് പ്രകോപനം ഉണ്ടായാലും ഇന്ത്യൻ സൈന്യം എല്ലാത്തിനും ഒരുങ്ങി നിൽക്കുകയാണ്. പോരാഞ്ഞിട്ട് നമ്മൾ 140 കോടി ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. അതിലാരും പിന്നെ മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു വികാരമുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല, ഈ ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് വെച്ചാല് സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റുന്നതല്ല. പിന്നെ ചുമ്മാതെങ്കിലും സാധനങ്ങളുടെയൊക്കെ വില കൂട്ടും, പിന്നെ സാധനങ്ങൾ കിട്ടാതാക്കും. അതൊക്കെ ചുമ്മാതെ നടക്കുന്ന നമ്മുടെ ഇന്ത്യക്ക് അതൊന്നും ബാധിക്കത്തില്ല. പക്ഷെ ഒരു യുദ്ധം വേണ്ട, സമാധാനമായിട്ട് പോകണം
എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനു, യെസ്, വ്യക്തമാണ് അഭിപ്രായം. ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം ശ്രീമതി ജയയുമായി സംസാരിക്കുന്നു. രജിത്ത് എന്നോടൊപ്പം ചേരുന്നത് വടകരയിൽ നിന്നാണ്. ശ്രീ രജിത്തിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് നോക്കിക്കാണാൻ കഴിയുന്നത്? നാളെ നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേരുകയാണ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സും അടുത്ത ദിവസങ്ങളിൽ ചേരും. രാജ്യം സഗൗരവം ഓരോ നിമിഷത്തെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്താണ് ഇനി പെഹൽഗാമിന് ശേഷം ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ലോകരാജ്യങ്ങളും നോക്കുന്നു. ശ്രീ രജിത്തിന് എന്തു തോന്നുന്നു? ശക്തമായിട്ട് തിരിച്ചടിക്കണം. അതോടൊപ്പം ബലൂചിസ്ഥാൻ തിരിച്ചു പിടിക്കണം. ഇവര് ബലൂചിസ്ഥാൻ തിരിച്ചു പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാനും ചൈനക്കും തുർക്കിക്കും കൊടുക്കണം എന്നാണ് അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ തങ്കച്ചൻ മുഹമ്മയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ തങ്കച്ചൻ, ശ്രീ തങ്കച്ചൻ അവിടെ പ്രാദേശികമായ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അങ്ങക്ക് എന്താണ് അവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്നത്? പൊതുവികാരം എന്താണ് ഈ വിഷയത്തിൽ? രാജ്യം എന്ത് നിലപാടെടുക്കണമെന്നാണ്? യുദ്ധം ഒന്നിനും പരിഹാരമല്ല. സമാധാനത്തോടുകൂടി സമാധാനത്തിന്റെ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. ഇന്ത്യൻ സൈന്യത്തെ വിന്യസിക്കേണ്ടിടത്ത് വിന്യസിക്കുക. കാരണം ഇന്ത്യൻ സൈന്യം ഇല്ല. 1,80,000 ഒഴിവുകൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിലുണ്ട്. അത് നമ്മുടെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്ത് സൈന്യത്തിൽ ആളെടുത്ത് നമ്മുടെ അതിർത്തി സംരക്ഷിക്കേണ്ട ഇന്ത്യൻ 140 കോടി ജനത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണാധികാരികൾക്കുണ്ട്. അതവർ ചെയ്യുന്നില്ല. അതാണ് നമുക്ക് ഈ തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ വിചാരിക്കുന്ന പക്ഷെ 14 ലക്ഷം സൈനികർ സ്റ്റാൻഡിംഗ് ആർമിയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. നമുക്ക് അങ്ങനെ കുറവുണ്ടോ എന്നറിയില്ല. പക്ഷേ അങ്ങ് സൂചിപ്പിച്ച ഈ കാര്യം ഒരു സൈനിക റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ മേജർ ബക്ഷി മുമ്പൊരിക്കൽ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ കണക്കി കഴിഞ്ഞ ദിവസം ഒരു റിട്ടയർഡ് കരസേന മേധാവി പുറത്തുവിട്ടു 1,80,000 ഒഴിവുകൾ ഇന്ത്യൻ പട്ടാളത്തിലുണ്ട്. യെസ്, ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാം. മുഹമ്മദ് നമുക്കൊപ്പം ചേരും. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്നാണ്. ശ്രീ മുഹമ്മദിനെ കേൾക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ മുഹമ്മദുമായും സംസാരിച്ചിട്ട് കുറെ ദിവസമായി. ഈ നല്ല കാഴ്ച കാണുന്ന സ്ഥലത്തേക്ക് നമ്മളെ ആൾക്കാരവിടെ പോയി, അവിടെ കുതിരപ്പുറത്ത് പോയി, മറ്റോടത്ത് പോയി ഒക്കെ പേര് വിശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ അവിടെയാണ് ഈ അറ്റാക്ക് ഉണ്ടായത്. അറ്റാക്ക് ഉണ്ടായി 23 ജനം അവിടെ മരിച്ചു. ആ മരിച്ചണ ആ ദിവസം തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡോ അല്ലെങ്കിൽ ഒരു പോലീസോ ഒരു പട്ടാളോ ഇല്ല എന്നുള്ളത് ദേശീയ പത്രം റിപ്പോർട്ട് ചെയ്തു പറഞ്ഞ് ചാനലുകൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോ ഇവിടെ നല്ലൊരു സ്ഥലം ഈ മനുഷ്യൻ ചെന്ന് കണ്ട് അവിടെ കാഴ്ച കാണുന്ന സ്ഥലത്ത് അത്രയും ആൾക്കുമ്പോ അവിടെയല്ലേ പട്ടാളക്കാരും വേറെല്ലോ ഒക്കെ ചെയ്യേണ്ടത്? അത് ചെയ്തിട്ടില്ല. അപ്പൊ നിയന്ത്രണരേഖ നടന്നു പറഞ്ഞാൽ അപ്പൊ ഇവര് ഈ നിയന്ത്രണരേഖന്റെ അവിടെ ആളില്ല എന്നുള്ളതല്ലേ അതുകൊണ്ട് മനസ്സിലാവുന്നത്. അപ്പൊ അതില് നമ്മളിപ്പോ നിയന്ത്രണ രേഖയിൽ ആളില്ലാതിരിക്കില്ല. സ്വാഭാവികമായി നിയന്ത്രണ രേഖയിൽ ആളുണ്ടാവും. പക്ഷേ ഇതുപോലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ പട്ടാളം തോക്കുമായി നിൽക്കുമ്പോൾ ഒരു പക്ഷേ അത് ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഭയാശങ്കകൾ ഉണ്ടാകും. കാരണം കുട്ടികളൊക്കെ ആയി നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ തോക്കുധാരികളായിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ ഇവിടെ സമാധാനമില്ലേ എന്ന സംശയം തോന്നും. അപ്പോൾ സ്വാഭാവികമായും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അങ്ങനെ പട്ടാളം അങ്ങനെ നിൽക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വേണം. സുരക്ഷിതമായി അവിടെ ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഒരു രാജ്യം തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി വർത്തിക്കുകയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ ഇന്ന് നമ്മൾ ഒരു മറുപടിക്ക് വകയില്ലാത്ത വിധം നമ്മൾ ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി. ഇത് ഒരു തെമ്മാടി രാജ്യമാണ് എന്ന് വ്യക്തമാക്കി. തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നു എന്ന് അവരുടെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വ്യക്തമാക്കുന്നു. അങ്ങനെ 3 പതിറ്റാണ്ടുകളോളം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തിവിടുന്ന ഒരു ക്രൂരമായ രീതിയാണ് പാകിസ്ഥാനുള്ളത്. ഇതിനെതിരെ പൊതുരാജ്യ വികാരം ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് നമ്മുടെ പൊതുവേദി തുടരുകയാണ്. ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത് തിരിച്ചടിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ പാക് അധിനിവേശ കാശ്മീർ കൂടി പിടിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യയിലെ
പാകിസ്ഥാൻ നടത്തുന്ന ഈ അധമ പ്രവൃത്തി നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് ചിലർ ഓർമ്മിപ്പിക്കുന്നത്. അത് സുനിലാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കണം എന്ന് പറയുന്നു. സൈനുദാസൻ പിന്നെ സുനിൽകുമാർ പിന്നെ ചില പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒറ്റുകാർ നമുക്കിടയിലുണ്ട് എന്ന് പറയുന്നു. ഒപ്പം ന്യൂ തിങ്കർ പറയുന്നു ഇപ്പോൾ കാശ്മീർ ജനത രാജ്യത്തിന് ഒപ്പം ആണ്, പക്ഷേ കേരളത്തിലെ പഴയ പാർട്ടി പാകിസ്ഥാനൊപ്പമാണെന്ന്. അത് ഏത് പാർട്ടിയാണ് പാകിസ്ഥാനൊപ്പം നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധ്യതയും ഞാൻ കാണില്ല, ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പാടില്ല. ഓക്കെ, ഷിജുവിന് പിന്തുണ കൊടുക്കുന്നു സുനിൽ. ശ്രീമതി ജയയ്ക്ക് പിന്തുണ നിസ അർപ്പിക്കുന്നുണ്ട്. ജയചേച്ചിക്ക് തംസപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുഞ്ഞനന്ദൻ നമ്പ്യാർ പറയുന്നു യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല പാകിസ്ഥാന്, പക്ഷേ ഇതിന് മറുപടി പറയണം എന്ന് പറയുന്നു. തങ്കച്ചനെ ചിലർ പുകഴ്ത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ ശക്തിമാൻ ജയ് ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നു. അക്വേറിയസ് പറയുന്നത് 140 കോടി ജനങ്ങൾ, ചിലരുടെ മനസ്സ് മാത്രം പാകിസ്ഥാനൊപ്പം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ തങ്കച്ചനും ആളുകൾ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്, രമകുമാർ. രാംകുമാർ കേൾക്കാമോ? ഹലോ, കേൾക്കാം. ശ്രീ രാംകുമാർ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചെർപ്പളശ്ശേരി വെള്ളിനേഴി. ചെർപ്പളശ്ശേരി വെള്ളിനേഴി. ആ, ശ്രീ രാംകുമാർ, അവിടെ ശ്രീ രാംകുമാർ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഓട്ടോ ഓടിക്കുകയാണ്. ഓട്ടോ ഓടിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളുമായൊക്കെ ധാരാളം ബന്ധമുള്ള ആളാണ്. അത് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഈ സ്വാഭാവികമായും ഒരു ഓട്ടോ തൊഴിലാളി എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ ഓട്ടോ ഓടിക്കുന്ന മറ്റാളുകളെയൊക്കെ ആയിട്ട് നിങ്ങൾ ചില സമയങ്ങൾ ഒഴിവ് സമയങ്ങളിൽ സംസാരിക്കും, യാത്രക്കാരുമായി സംസാരിക്കും, അതുപോലെ നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ആളുകളുമായിട്ട് സംസാരിക്കും. അപ്പോൾ ഒരു ഓട്ടോ തൊഴിലാളിയുടെ ഒരു പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ശ്രീ രാംകുമാറിന് അവിടുത്തെ ജനങ്ങളുടെ ഒരു പൾസ് എങ്ങനെ തോന്നുന്നു? എന്താണ് ആളുകൾ ഈ യുദ്ധത്തെ അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ കാണിക്കുന്ന ഈ അതിക്രമത്തെ പറ്റിയൊക്കെ പറയുന്നത്? അതെ, പാകിസ്ഥാൻ ചെയ്യണത് മറ്റേ തെറ്റാണെന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം, പൊതു അഭിപ്രായം. അതായത് ഈ മതം പറഞ്ഞിട്ടുള്ള ആളെ കൊല്ലം തമ്മിലടിപ്പിക്കാനും ഇന്ത്യയെ മറ്റേ പുറകോട്ടടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പണിയാണെന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം. മതം ഒരു ഘടകമായി ഉപയോഗിക്കുകയാണ് ഈ തീവ്രവാദത്തിനും, അല്ലേ? അതെ അതെ. പക്ഷെ അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ അങ്ങനെ കിട്ടുന്നില്ല. പല മുസ്ലിം രാജ്യങ്ങളും, ഞാനിപ്പോൾ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ താലിബാൻ അടക്കം ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വിജയിക്കുന്നില്ല പാകിസ്ഥാൻ എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ചെർപ്പളശ്ശേരിയിൽ നിന്ന് ശ്രീ രാംകുമാർ വിളിക്കുകയും ഞങ്ങളോടൊപ്പം ചേരുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷം. അവിടുത്തെ എല്ലാ ഓട്ടോ തൊഴിലാളികളെയും പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കുകയും വേണം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ മുരളീധരൻ നായർ പറയുന്നു 3 ആഴ്ച തികയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ, മനുവിനെ കാണാനില്ല, മാൻ മിസ്സിംഗ് വകുപ്പിൽ കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനിടെ തിരുമ്പി വന്നാച്ച് അതിൽ സന്തോഷം എന്ന് പറയും. ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ്. ഞാൻ പലപ്പോഴും വളരെ രഹസ്യമായിട്ടാണ് അവധി എടുത്തു പോകുന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ രഹസ്യമായി അവധി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഏതായാലും മാൻ മിസ്സിംഗ് കേസിലൊന്നും എനിക്കെതിരെ കൊടുത്തു കളയരുത്. ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം അവരെനിക്കെതിരെ മാൻ മിസ്സിംഗ് കേസ് കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ശ്രീ മുരളീധരൻ നായർ, ആ സന്തോഷം വളരെയധികം വലിയ സന്തോഷം. കാരണം എന്നെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു വൈകാരികത എനിക്ക് മനസ്സിലാകുന്നു. വളരെയധികം സന്തോഷം ശ്രീ മുരളീധരൻ നായരുടെ ആ ഒരു പ്രതികരണത്തിന്. ഓക്കെ, ശ്രീ അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. അജയ് കുമാർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു പ്രേക്ഷകൻ കൂടിയാണ്. ശ്രീ അജയ് കുമാറിന് എന്ത് തോന്നുന്നു? ഒരു യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സമാധാനത്തോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ തീവ്രവാദികൾക്ക് ചുട്ട മറുപടി കൊടുക്കണം, അവരെ അങ്ങനെ നിർബാധം അഴിഞ്ഞാടാൻ അനുവദിച്ചുകൂടാ എന്ന ആശയമൊക്കെ ഉള്ളവരുണ്ട്. ശ്രീ അജയ് കുമാർ ഇതിൽ ഏതു പക്ഷത്ത് നിൽക്കുന്നു? മനു, എനിക്ക് തോന്നുന്നു കുറച്ചു ദിവസം മനുവിനെ കണ്ടില്ല. ഞാൻ കരുതി ഇനി പാകിസ്ഥാനിലെങ്ങാണ് റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ന്യൂസ് 18 വിളിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഏതായാലും കിട്ടിയില്ല. ഏതായാലും കുറച്ചു ദിവസം കണ്ടില്ല കേട്ടോ. അപ്പൊ അതിന്റെ എനിക്ക് മുമ്പേ മനു പറഞ്ഞു കഴിയുകയും ചെയ്തു. മനു, നമ്മൾ ആരും തന്നെ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളെ യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. കാരണം പാകിസ്ഥാൻ അത് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ബാങ്ക്രപ്റ്റ് ആയിട്ട്
തെണ്ടിത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് അവർ. IMF നിന്ന് ഇപ്പൊ ഒരു ലോൺ വേണ്ടിയുള്ള കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൊട്ടടുത്തുള്ള നമ്മൾ ഇത്ര വളരെ പ്രതീക്ഷയായിട്ട് നല്ല ഫ്ലൈയിങ് കളറിൽ ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോഴേ അവർക്ക് ഒരു രീതിയിലും അവർക്ക് സഹിക്കുന്നില്ല. അപ്പൊ അവർക്ക് ചെയ്യേണ്ടുന്നത് ഇങ്ങോട്ട് ടെററിസ്റ്റുകൾ കയറ്റി പണ്ടത്തേതുപോലെ വിടുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക, അവസാനം സഹികെട്ട് നമ്മൾ അടിക്കുവരെ. അടിക്കാതെ പറ്റില്ല. അത് ഏത് രീതിയിലുള്ള യുദ്ധമായിരിക്കും എന്നൊന്നും നമുക്ക് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെയൊക്കെ തീരുമാനങ്ങൾ ഇപ്പോൾ ഔദ്യോഗിക നിലവിലൊക്കെ എടുത്ത് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു പക്ഷത്തും അതിൻ്റെതായ നാശനഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സഹിക്കാൻ നമ്മൾ ഇന്ത്യക്കാർ തയ്യാറാകണം. കാരണം ഒരിക്കലെങ്കിലും ഇവർക്കൊരു കൃത്യമായ ഒരു ഡിസിപ്ലിൻ റിപ്ലൈ അവർക്ക് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ അടുത്ത തലമുറയും ഇവരെ കൊണ്ട് അനുഭവിക്കേണ്ടി വരും. ഇതില് ശ്രീ അജയകുമാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് $1.3 ബില്യൺ സാമ്പത്തിക സഹായം വേണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നൽകണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ കൂടിയാലോചനകൾ അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. 9-ാം തീയതിയോ മറ്റോ ആണ് നടക്കുന്ന ആ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു വലിയ ചോദ്യം ഉയരുകയാണ്. വിക്ടിം കാർഡ് കളിക്കുക, സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും തങ്ങളിങ്ങനെ ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു പ്രകോപനം ഉണ്ടാക്കുക, തിരിച്ചടിക്കുമ്പോൾ ഒരു വിക്ടിം കാർഡ് കളിക്കുക, അതുവഴി സമ്പന്നമായ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് സമ്പത്ത് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഉള്ള വളരെ കുതന്ത്രപരമായ ഒരു രാജ്യത്തിന് ഒരിക്കലും അഭിമാനത്തോടെ ചെയ്യാൻ കഴിയാത്ത ചില തന്ത്രങ്ങൾ ഇതിന് പുറകിലുണ്ട് എന്ന് സംശയിക്കേണ്ടതല്ലേ? അങ്ങനെ സംശയിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് അറബ് രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പഴയതിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ടൊരു കാലത്ത് ഇവർക്കെല്ലാം വളരെയധികം സഹായം കിട്ടിയിരുന്ന സൗദി അറേബ്യ, ഖത്തർ അല്ലെങ്കിൽ മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഗൾഫ് അല്ലാത്ത മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നൊക്കെയായിരുന്നു. ഈജിപ്ത്, ലിബിയ ഒന്നും കൂടുതലില്ലായിരുന്നു എങ്കിൽ തന്നെ ഇവിടെ നിന്നൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും ആ അറബ് രാഷ്ട്രങ്ങൾ എങ്ങും തന്നെ പിക്ചറിലേ ഇല്ല. പിന്നുള്ളത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. സൗദി അറേബ്യയോ ഖത്തറോ ഒന്നും ഒരിക്കലും ഇവർക്ക് ഒരു പൈസ പോലും കൊടുത്തവരെ സഹായിക്കത്തില്ല. അവർക്ക് വേണ്ടുന്നത് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യവുമായിട്ട് ഒന്നിച്ച് പോകേണ്ടതാണ് അവർക്ക് ആവശ്യവും. അവരങ്ങനെ തന്നെയാണ്. തുർക്കിയിൽ നിന്ന് അവർക്ക് വലിയ അതിലേക്ക് വരുമായിരുന്നു. തുർക്കിയിൽ നിന്ന് കിട്ടും. കാരണം ഇനി ഇപ്പൊ അടുത്ത് തകരാൻ പോകുന്ന ഒരു രാജ്യം തുർക്കിയാണ്. നിങ്ങൾ നോക്കിയോ എന്ന സെൻസ് അങ്ങനെ പറയാൻ പാടില്ല. നമ്മളത് കാണേണ്ടി വരും. കാരണം ഈ ലിബിയ, ഈജിപ്റ്റ് ഒക്കെ തുടങ്ങിയ പല ബഹളം വെച്ച രാജ്യങ്ങൾക്ക് ശേഷം ഇപ്പൊ ഇതുപോലെ കലിതുള്ളി നിൽക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല തുർക്കിയാണ്. അവർ കാണിച്ചു കൂട്ടുന്ന ഇതര മതങ്ങളോട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളതും കൂട്ടുന്നതുമായ വളരെയധികം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ താമസമില്ലാതെ അവർക്ക് അതിൻ്റെതായ ഒരു തലയ്ക്കൊരടി കിട്ടും. അവർ ഈ പറയുന്ന രീതിയിലൊക്കെ പാകിസ്ഥാനെ സഹായിച്ചിട്ട് തുർക്കിയും പാകിസ്ഥാനും കൂടെ ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തുർക്കിയുടെ സഹായം കൊണ്ടൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമുക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു യുദ്ധമാകുമ്പോൾ ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റീസ് ഉണ്ടാകും. അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഏതായാലും വ്യക്തമാണ്. ശ്രീ അജയകുമാറുമായി കുറേ ദിവസത്തിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷം നൽകുന്നു. ഏതായാലും ഇന്ത്യ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നു. അന്താരാഷ്ട്ര വേദികളിൽ നമ്മൾ ഇത് അവതരിപ്പിക്കുന്നു. പരമാവധി ലോക രാജ്യങ്ങളുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്നു. വലിയ ഒരു അന്തർദേശീയ സമ്മർദ്ദം പാകിസ്ഥാന് മുകളിൽ നമുക്ക് ചെലുത്താൻ കഴിയുന്നു എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ ചൈനയോടും അതുപോലെ റഷ്യയോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് സഹായം ലഭിക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ചൈന ഒരുപക്ഷെ സഹായിച്ചേക്കാം, അത് എത്ര കണ്ട് എന്ന് പറയാനാകില്ല. ഏതായാലും ഇതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് രണ്ട് ഭാഗത്തേക്കും ഇടപെടാൻ താല്പര്യമില്ല എന്നൊരു നീക്കം വരുന്നു. സ്വാഭാവികമായും ഇനി ഈ പെഹൽഗാമിന് ശേഷം ഉള്ള രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്നത് എല്ലാവരും ഗൗരവത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നു. നമ്മുടെ അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് ചന്ദ്രൻ നായർ. ശ്രീ ചന്ദ്രൻ നായർ, നമസ്കാരം. ശ്രീ ചന്ദ്രൻ നായരുമായി സംസാരിച്ചിട്ട് കുറെ ദിവസമായി. സാറ് ഇനി അവധി എടുക്കണ്ട, ലീവ് എടുത്താൽ മതി കേട്ടോ. സാർ, ഏതായാലും എന്താന്ന് വെച്ചാൽ നമ്മളെ ലോകരാജ്യങ്ങളുമായിട്ട് നമ്മളെ ഇന്ത്യ ഒരു നല്ല ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇതെന്താ വെച്ചാൽ പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോ നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ പാകിസ്ഥാനെ പോലെയുള്ള തീവ്രവാദ രാജ്യങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. അപ്പോ
അതനുസരിച്ചിട്ട് പാകിസ്ഥാൻ നിൽക്കുള്ളൂ. ഏതായാലും ഇന്ത്യയോട് ചെയ്ത തെറ്റിന് തക്കതായിട്ടുള്ള മർമ്മത്തിൽ തന്നെയാണ് സാർ അടി കൊടുത്തേക്കുന്നത്. പക്ഷെ അവർ ശാന്തമായിട്ട് ഇത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിലേക്ക് പോകണ്ട എന്നുള്ളൊരു ആശയക്കാരനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവരായിട്ട് അത് തുടങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർവാഹമില്ല. ഇന്ത്യയിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേരിടേണ്ടി വരും സാർ. ഓക്കെ, യെസ്, വ്യക്തമാണ്. ഏതായാലും വളരെ വലിയ സമ്മർദ്ദ രീതികൾ ഇന്ത്യ പ്രയോഗിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നു. ഇന്ത്യ ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ നേരിടാനുള്ള ഒരു ശ്രമത്തിലുമാണ്. നമ്മുടെ അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ പ്രമോദാണ്. പ്രമോദ് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ പ്രമോദ് എന്നോട് നഗരത്തിൽ നിന്നാണ് വിളിക്കുന്നതെന്നല്ലേ പറഞ്ഞത്? നമസ്കാരം. പ്രമോദ് കണ്ണൂർ ടൗണിലല്ലേ താമസിക്കുന്നത്? അങ്ങനെയല്ലേ എന്നോട്? ഞാൻ കണ്ണൂര് ഇരിട്ടിയാണ് സാർ. ഇരിട്ടിയിലാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തെറ്റി. സാറിനെ പണ്ട് വിളിച്ചിട്ടുണ്ട് കുറച്ചു കാലം. അതെ, ഞാൻ ഓർക്കുന്നു. അപ്പൊ ഞാൻ പക്ഷെ എന്റെ ഓർമ്മയിൽ ടൗണിലാണോ എന്ന് എനിക്ക്, അപ്പൊ ഇരിട്ടിയിലാണ്. ഏതായാലും ഇരിട്ടിയിൽ നിന്ന് പ്രമോദ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. ശ്രീ പ്രമോദ്, അവിടെ ഇരിട്ടിക്കാരൊക്കെ എന്താണ് പൊതുവെ ഈ സാഹചര്യത്തെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം? സാർ, നമുക്കൊരു ശക്തമായി നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണകൂടം, അതില് 100% നമുക്ക് വിശ്വാസമാണ്. ഇപ്പോഴത്തെ ഭരണകൂടത്തെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലെ നമ്മുടെ പട്ടാളക്കാർ, അതേപോലെ സാധാരണക്കാര് ഒരുപാട് പേര് ഇവരുടെ ഈ ദ്രോഹം കാരണം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം. പക്ഷെ നമുക്ക് ഒരുപാട് വേദനകളുണ്ട്. ആ വേദനകൾ ഉൾക്കൊണ്ട് നമ്മളെ ക്ഷമ കൂടുതലും നമ്മൾ പഠിക്കാൻ ഉള്ള ആളുകളാണ്, പഠിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതില് ഒരു തിരിച്ചടി വേണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ ഈ പറയുന്ന ഇന്ത്യയിലെ ഈ പറയുന്ന ഇത്രയും 140 കോടി ജനങ്ങളും ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയൊരു കാര്യമുണ്ട് സാർ. കാരണം നമ്മുടെ ഇതുപോലെ ചാനലില് ലൈവിൽ വരുമ്പോൾ അതിന്റെ ഉള്ളിൽ വരുന്ന കമന്റ് ഉണ്ട്. ഇന്ത്യക്ക് അകത്തു നിന്ന് ഇന്ത്യക്കെതിരെ വിമർശനം അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ ഒരു 60% സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കുന്നില്ല നമ്മുടെ സഹോദരങ്ങളാണ് അല്ല സഹോദരികളാണ് ഈ പറഞ്ഞ പടഞ്ഞു വീണത്, ഇവരുടെ തോക്കിന് മുന്നിൽ പടഞ്ഞു വീണത് എന്നുള്ളതിന്റെ കാര്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ഒരേ ഒരു കാര്യമാണ് ചിന്തിക്കുന്നത്. ഭരണകൂടം രാഷ്ട്രീയ ആ ചിന്താഗതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഭാരതം എന്നുള്ള ഒരു ചിന്താഗതിയില്ല. ഏതായാലും നമുക്ക് ആ ദേശീയ ഉദ്ഗ്രഥനം എന്ന വാക്ക് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ആളുകൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കറിയാം. നമുക്ക് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ എല്ലാവർക്കും അറിയാം. അല്ലാത്ത പക്ഷം നാളെ ഇതിൻ്റെ ഇരകളായി പോകേണ്ടത് നമ്മളിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നുകൂടി ഇത്തരക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഏതായാലും ഈ രാജ്യം വലിയ തോതിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഒരു ചിത്രം വരുന്നു. 1-2 പേർ മാറി നിന്നേക്കാം. അവരെ അതിജീവിച്ചുകൊണ്ട്, അവരില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു ജാംനഗറിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, ഞാൻ ശ്രീ ഡേവിഡ് വിജയ് എന്ന് വിളിച്ചാൽ വളരെ സന്തോഷം. കാരണം ഒരു പാൻ ഇന്ത്യൻ ഒപ്പീനിയൻ എന്താണ്, നമുക്ക് എങ്ങനെയാണ് മറ്റ് ഇടങ്ങളിലെ മലയാളികളൊക്കെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്, അതുപോലെ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ സാഹചര്യത്തെ എന്ന് ഒരുപക്ഷെ ഡേവിഡ് വിജയ്ക്ക് പറയാൻ കഴിയും. അദ്ദേഹം ജാംനഗറിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, എന്താണ് അവിടുത്തെ ഒരു ഇന്ന് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒരു ഭയഭീതിയോട് കാണുന്നുണ്ട്. പക്ഷെ അവരത് ഒരു പ്രതികാര ബുദ്ധിയോട് കൂടി കാണുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ഒരു മാറ്റർ ഒരു എഞ്ചിനീയർ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 3 നദി ചനാബ് മറ്റേ സിന്ധു നദികളൊന്നും അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. കാരണം അതിന് 7 വർഷമെങ്കിലും എടുക്കും അതിന്റെ തടയണ കെട്ടാനായിട്ട്. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ശ്രീ ഡേവിഡ് വിജയ്, ഇതുപോലൊരു രാജ്യത്തിന് ഇത്രയും കാലം നമ്മൾ ഇങ്ങനെ ജലം കൊടുത്ത് പോറ്റിക്കൊണ്ടിരുന്നല്ലോ എന്നത് ഉണ്ട്. റൈപ്പീരിയൻ റൈറ്റ്സ് ഉണ്ട്, കേൾ നദീതട അവകാശങ്ങളുണ്ട്. കേക്കൂ, ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞാൽ താങ്കൾ രാഷ്ട്രീയം പറയാന്ന് പറയും. അന്നേ ഇതിന്റെ പ്ലാനിങ് തുടങ്ങേണ്ടതായിരുന്നു എന്നാണ് ആ എഞ്ചിനീയർ എന്റെ അടുത്ത് പറഞ്ഞത്. കാരണം അന്ന് തൊട്ടേ അത് തടുക്കാൻ തുടങ്ങണമായിരുന്നു. അപ്പൊ ഇവന്മാർ ശരിക്കും സഫർ ചെയ്യുമ്പോ ഇവിടെ ഉള്ളത് തുടങ്ങും. ഇനിയിപ്പോ നമുക്ക് യാതൊരു ഈ എത്തിക്കലായിട്ട് നോക്കേണ്ട കാര്യമില്ല. താലിബാൻ ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതെന്തും ചെയ്യാൻ കഴിവുള്ള ഒരു സംഘടനയാണ്. ഇവിടെ നമുക്ക് നല്ല ഒന്നാന്തരം ഹിന്ദുത്വ തീവ്രവാദ സംഘടനകളുണ്ട്. അവരുടെ ഒപ്പം ചേർന്നിട്ട് ഈ പാകിസ്ഥാനിലും നിറയെ അട്ടിമറികൾ നടത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് കുറച്ച് തീവ്രമായിട്ട് തോന്നാം.
പക്ഷെ ഇത് മുമ്പ് ബാൽ താക്കറെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യയും ശിവസേനക്കാരനാണോ അല്ലല്ല, ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നതല്ല. അദ്ദേഹം പറഞ്ഞപ്പോ അന്ന് അദ്ദേഹത്തെ അതിഭീകരനായിട്ടും നമ്മുടെ രാജ്യദ്രോഹിയായിട്ടും ഒക്കെ ചിത്രീകരിച്ചു. ഞാൻ എന്റെ ചെറുപ്പകാലത്തൊക്കെ ബോംബെയിൽ റെപ്രസെന്റേറ്റീവ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെയൊക്കെ ഉപദ്രവിച്ചിട്ടുള്ള ബ്രഹ്മണ്യന്റെ മക്കൾ വാദത്തില്. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അത് അദ്ദേഹം പറയുന്നതിൽ ആ സബ്സ്റ്റൻസ്. അപ്പൊ അതുപോലെ അല്ലാതെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ഇവരിപ്പോ എന്ത് എന്നാ ബിലാവൽ എന്നാണ് ഭൂട്ടോന്റെ മകൻ പറഞ്ഞു കേട്ടില്ല, അവിടെ ചോരപ്പുഴ ഒഴുകുന്നത്. അവനാരാ? പാകിസ്ഥാന്റെ തന്തയാണോ അവൻ? ഇത് ജലം കട്ട് ചെയ്യുന്നെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അത് ഉടനെ നടക്കില്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അല്ല, പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അല്ല, ശ്രീ ഡേവിഡ് വിജയ്, അതിലുള്ള ഒരു സുപ്രധാന കാര്യം ഈ റൈപ്പീരിയൻ അല്ലെങ്കിൽ കീഴ്നാട് നദീതടത്തിലുള്ള ആളുകൾക്ക് വളരെ ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് എത്ര ജലം വരുന്നു. അതെ, അത് പക്ഷെ പറ്റില്ല. ഞാൻ ഒരു എഞ്ചിനീയർ എഴുതിയത് വായിച്ചത്, കാരണം ഞാനൊരു എഞ്ചിനീയർ അല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാർ. ഞാൻ പറയുന്നത് വെള്ളം തിരിച്ചുവിടുക ഒരുപക്ഷെ പെട്ടെന്ന് പ്രായോഗികമാകില്ല, പക്ഷേ നമുക്ക് അനുദിനം നൽകുന്ന ഒരു ധീരൻ ഒരു പ്രാവശ്യം മരിച്ചു എന്ന് പറഞ്ഞ കൂട്ട് യുദ്ധമാണെങ്കിൽ യുദ്ധം തന്നെ വരട്ടെ. അത് ആദ്യം തന്നെ അവരുടെ അണ്വായുധം ശേഖരിക്കുന്ന കൊച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അവരുടെ ന്യൂക്ലിയർ പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നത്. അവിടെ അന്ന് നമ്മുടെ പാർലമെന്റ് ആക്രമിച്ച സമയത്ത് അന്ന് വിമാനം പിടിച്ചുകൊണ്ട് പോയ ശേഷം ആ കൊച്ചയിൽ ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നല്ല വിശ്വാസമാണ്. അന്ന് വാജ്പേയി തീരെ പോരാ. ഞാൻ കോൺഗ്രസുകാരനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്ന ഒരു തോന്നലുണ്ട് ഈ പൊതുവേദിയിൽ. അങ്ങനെയല്ല, അന്ന് ആ കൊച്ചയിലിട്ട് കൊടുക്കേണ്ടതായിരുന്നു ഒരു അടി. അവിടേക്ക് ബോംബ് കൊണ്ടിട്ടിട്ട് എന്താണ് ഈ അതിർത്തി കടന്നുള്ള ഒരു ആക്രമണം നമ്മളുടെ ഇവിടെ മറ്റേ ഇങ്ങോട്ട് കയറി നടത്തിയ കൂട്ട് അതന്ന് ചെയ്തില്ല. അതിന്റെ ഫലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നും അനുഭവിക്കുന്നത്. അത് ഇനിയിപ്പോ മോഡി അങ്ങനെ നോക്കിയിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇത്. ഇനിയൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോ പ്രൂഫ് ചോദിച്ചവരാണ് പക്ഷെ ഇരിക്കുന്നവര്. ഇനിയും വേണമെങ്കിൽ പ്രൂഫ് ചോദിക്കും. ഇതിനു മുമ്പ് കാശ്മീരി പണ്ഡിറ്റുകളെ അഴിഞ്ഞു തള്ളിയപ്പം അതിലൊന്നും ഒരു ചോര തിളക്കാത്തവരാ ഇപ്പം ഇവിടുന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്ന് മരിച്ചപ്പം കടന്നുകൊണ്ട് ഈ തുള്ളുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. ആദ്യം രാജ്യം, ഫസ്റ്റ് അവർ നേഷൻ, അതിനുശേഷം മറ്റെന്തും ഉള്ളൂ എന്നുള്ളത് നമുക്കൊരു തോന്നൽ വരണം. ഓക്കെ, യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. ഏതായാലും ഈ നദീജലങ്ങളെ തിരിച്ചുവിടുന്നത് എളുപ്പമല്ല എന്ന് പറയുമ്പോൾ കൂടി അവിടെ ഒരു വലിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും. കൃത്യമായി ജലത്തിൻ്റെ കണക്ക് കൊടുക്കാൻ ഇനി ഇന്ത്യക്ക് ബാധ്യസ്ഥതയില്ല. അപ്പോൾ അതൊക്കെ അവരുടെ പ്ലാനിങ്ങിനെ മുഴുവൻ താളം തെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര ജലം ഒഴുകി വരുന്നു എന്ന് ഒരു പക്ഷേ പാകിസ്ഥാന് മുൻകൂട്ടി ഇനി അറിയാൻ കഴിയില്ല. അങ്ങനെ അത് എപ്പോഴും ഒരു ഭീതിയായി ഒരു ജലബോംബ് അവർക്ക് മുകളിൽ ഡെമോക്ലസിൻ്റെ വാള് പോലെ അങ്ങനെ തൂങ്ങിക്കിടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആളുകൾ പലരും ചോദിക്കുന്നത്, ഈ നാളിത്രയുമായി രാജ്യത്ത് നിന്ന് ഇത്രയും അധികം വെള്ളം ആ രാജ്യത്തേക്ക് കൊടുത്തിട്ടും അതിൽ ഒരല്പമെങ്കിലും അവർക്ക് ഒരു ആത്മാർത്ഥതയോ സ്നേഹമോ ഒരല്പമെങ്കിലും അതിൽ ഒരു നന്ദിയോ ഉണ്ടായില്ലല്ലോ എന്ന കാര്യമാണ്. അതായത് നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് സുമിത് തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. സുമിത്തിന് എന്ത് തോന്നുന്നു? അവിടെ എന്താണ് ഒരു പ്രതികരണമായി ആളുകൾ പറയുന്നത്? ഇത് ഒരു ശക്തമായ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി പറയുന്നു. തുടരെ യോഗങ്ങൾ നടക്കുന്നു. നാളെ ഇനിയിപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി വീണ്ടും ചേരുകയാണ് സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്താൻ. വിവിധ സേനാ മേധാവികൾ യോഗം ചേരുന്നുണ്ട്. നിരന്തരമായി കാര്യങ്ങൾ പരിശോധിക്കുന്നു. എന്താണ് ശ്രീ സുമിത്ത് കരുതുന്നത്? ശരിക്കും ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് നോക്കിയാൽ ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അവിടെ നടക്കുന്ന അവരുടെ ഇത് നോക്കിയാൽ ഗീവ് ദം ബ്രെഡ് ആൻഡ് സർക്കസ് ദെൽ ഫോർഗെറ്റ് അബൌട്ട് എവറിത്തിങ് എന്ന് പറയുന്ന ഒരു സേയിങ് ഉണ്ട്. ഈ അവര് ശരിക്കും അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും പട്ടാളത്തിന് അവരുടെ ഇതിന്റെ കാര്യങ്ങളിൽ കൺട്രോള് പോകുമ്പോൾ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ്. പക്ഷെ ഒരു യുദ്ധം വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയോ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ വിലക്കയറ്റം ഈ ശരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇന്ത്യൻ സെൻട്രിക് ആയിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനിപ്പോ നാട്ടിൽ വന്നതാണ്. സുമിത്ത് എവിടെയാണ് ഉള്ളത്? മിഡിൽ ഈസ്റ്റിലാണോ? അല്ല, ഞാൻ കാനഡയിലാണ്. കാനഡയിലാണ്. ഓക്കെ. അതെ. അപ്പൊ നമ്മൾ അവിടുത്തെയൊക്കെ മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈഗോ സെൻട്രിക് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അവർ പറയുന്നത്. കാരണം ഇപ്പൊ നമ്മൾ അമേരിക്കയുടെ കാര്യം വരുന്നത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറും ഒരു കസ്റ്റമർ മാത്രമാണ്. പണ്ട് അവര് പാകിസ്ഥാനെ ആയിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ പാകിസ്ഥാനിൽ എപ്പോഴും പട്ടാളത്തിന് മറ്റേ കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ
അവർക്ക് എപ്പോഴും നെഗോസിയേഷന്റെ ആ ബാർഗൈനിങ് ചിപ്പായിട്ടാണ്. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ, നമ്മൾ പൊതുവെ പാകിസ്ഥാനികളെ കാണുമ്പോഴത്തേക്ക് അവർ പലരും നമ്മളോട് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. പാകിസ്ഥാന്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഇന്ത്യൻ സ്റ്റാൻഡിലാണ്. പക്ഷെ നമ്മുടെ ആളുകൾ അവരുടെ കൾച്ചറിനെ കുറിച്ചും ഇപ്പൊ അവിടുത്തെ കവാലി മ്യൂസിക് അല്ലെ അവിടുത്തെ ഫുഡ് ഇങ്ങനത്തെ പല പല കാര്യങ്ങളിനെ കുറിച്ചും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആശ്ചര്യമാണ്. അതായത് ആ മണ്ണിനെ ആ ജനതയുമായി ബന്ധിപ്പിക്കുന്ന ജൈവികമായ വിഷയങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല. ഒരുപക്ഷെ മതത്തിന്റെ ഒരു ചെറിയ ഘടകം, പിന്നെ ഇതുപോലെ വിദ്വേഷം, അതുപോലെ ദ്രോഹം, ഇത്തരം കാര്യങ്ങളിൽ ആസ്കൃതമായി നിൽക്കുന്നു. സാധാരണ ഒരു രാജ്യത്തിന് ഒരു പട്ടാളം ഉണ്ടാകും, ഇവിടെ ഒരു പട്ടാളത്തിന് ഒരു രാജ്യമുണ്ട്. ഇവിടെ സൈന്യം കേൾക്കാൻ കാത്തിരിക്കുന്നു പ്രധാനമന്ത്രി എന്ത് പറയുമെന്ന്, അവിടെ പ്രധാനമന്ത്രി കാത്തിരിക്കുന്നു സൈനിക മേധാവി എന്ത് നിർദ്ദേശം നൽകുമെന്ന്. ഇതാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെ? എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഏതായാലും കാനഡയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്ന നമ്മുടെ സുമിത്താണ് ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് സ്വദേശിയാണ് നമ്മളെ വിളിച്ചത്. ഓക്കെ, യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. ബിനോയ്, ശ്രീ ബിനോയ്, നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിക്കാറായി. ഒരു ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് നിലപാട് ഈ രാജ്യത്തിൽ നിന്നുണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത്? തുടരെയുള്ള യോഗങ്ങൾ തുടരെ രാജ്യം ഇത് ഗൗരവത്തിൽ ചർച്ചാ വിഷയമാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം മനു. തുടരെയുള്ള നമ്മളുടെ യോഗങ്ങൾ തീർച്ചയായിട്ടും പക്വതയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയാണ്. വെറുതെ നമ്മൾ പാകിസ്ഥാനെ കയറി അടിക്കണമെന്ന് ഇന്ത്യയുടെ നയതന്ത്രം ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമ്മളെ ഉപദ്രവിച്ചവരെ കൃത്യമായി ഉപദ്രവിക്കണമെന്നാണ് 140 കോടി ജനങ്ങളുടെയും ആവശ്യം. ആ ആവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളുടെ ഭരണാധികാരികൾ രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയിൽ ആര് ഭരിച്ചാലും ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ ജനങ്ങളുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ അടിക്കുക എന്നുള്ളത് തന്നെയാണ്. പാകിസ്ഥാനെ അടിക്കണം, തെറ്റ് കാണിച്ചവരെ അടിക്കണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ആപാലവൃത്തം ജനങ്ങളുടെയും തീരുമാനവും അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും പറയാനുള്ളത്, നമ്മളുടെ നയതന്ത്രം ഒരു രാജ്യത്തെ കയറി വെറുതെ അടിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു തീരുമാനമേ അല്ല. പക്ഷെ നമ്മൾ ഭൂമിയോളം താഴ്ന്നിട്ടാണ് നമ്മളുടെ സർക്കാർ, ഏത് സർക്കാരോ ആവട്ടെ, ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. നമ്മൾ ആ തീരുമാനം എടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളും. ബിനോയ്, നമുക്ക് സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഏതായാലും രാജ്യം ഈ ദിനം ഓർക്കും. നമ്മുടെ സാധാരണക്കാരായ ടൂറിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത ഈ സംഭവം മറക്കാൻ ഈ രാജ്യത്തിന് കഴിയില്ല. 93-ൽ കിഷ്ത്വാറിലുണ്ടായ സംഭവം നമ്മളിപ്പോഴും നടുക്കത്തോടെ ഓർക്കുന്നു. 98-ൽ വന്ധാമയിലുണ്ടായ സംഭവവും നമ്മൾ ഓർക്കുന്നു. 1998-ൽ പ്രാൻകോട്ടിലും ദിൽഖലിലുമൊക്കെ ഉണ്ടായ കൂട്ടക്കുരുതിയും നമ്മൾ ഓർക്കുന്നു. 2000-ൽ ചിട്ടിസിംഗ്പുരയിൽ സിഖുകാർക്കെതിരെ നടന്ന മൃഗീയമായ ആക്രമണവും നമ്മൾ ഓർക്കുന്നു. ഇതേ തീവ്രതയോടുകൂടി നമ്മൾ ഇതെല്ലാം നെഞ്ചിൽ ഉറപ്പിച്ചു വെക്കുന്നു. തിരിച്ചടി ഉറപ്പാണെന്ന് ഈ രാജ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് ഈ തൊഴിൽ നിർത്തേണ്ടി വരും. ഏതായാലും ഈ വിഷയം ഞങ്ങൾ പൊതുവേദിയിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ലോകരാജ്യങ്ങളുടെ പിന്തുണ എത്രമാത്രം പാകിസ്ഥാന് കിട്ടും എന്നൊക്കെയുള്ള വിഷയത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന വലിയ ചോദ്യം വെച്ചപ്പോൾ 89% ആളുകളും പറയുന്നത് ഇന്നത്തെ ലോകക്രമത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ കൂടുതലും ഇന്ത്യയെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. അതുതന്നെയാണ് യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രങ്ങളായും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ 11% ആളുകൾ മറിച്ച് ചിന്തിക്കുന്നവരുമുണ്ട്. ഏതായാലും കാര്യങ്ങൾ, ലോകക്രമം, അതുപോലെ ലോക രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു യുദ്ധം ഒഴിവാക്കാൻ കഴിയാവുന്നത്ര പരിശ്രമിച്ച് കഴിയുന്നില്ലെങ്കിൽ അതിലേക്ക് കടക്കേണ്ടി വരും എന്ന ആശങ്കയും പടരുകയാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.